എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കൈ തൊടാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സാധാരണ അരിപ്പുട്ടിൻ്റെ മാവ് കുഴക്കിനേക്കാട്ടും കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഗോതമ്പ് പുട്ടിന് മാവ് കുഴയ്ക്കുമ്പോൾ. കാരണം പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും, ഗോതമ്പ് പൊടിയിൽ മാവ് പെട്ടെന്ന് ഇങ്ങനെ കട്ടയായി പോവും. അപ്പോൾ എളുപ്പത്തിൽ നല്ല കറക്റ്റായിട്ട് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പ്. ഈ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഒഴിക്കേണ്ട, കുറച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ തേങ്ങയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അത് കാരണം കൊണ്ട് കുറച്ച് ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ വിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ട മാവ് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ വിപ്പ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കണ്ട അതാ കറക്റ്റ് പാകമാണ്. നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അങ്ങനെ പിടിക്കാൻ പറ്റണം, ഒപ്പം തന്നെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് പോവുകയും വേണം. ഇത്രയുള്ള നമ്മുടെ പുട്ടിൻ്റെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു. കണ്ടാ വളരെ ഈസി അല്ലേ, പെട്ടെന്ന് കഴിഞ്ഞില്ലേ മാവ് കുഴയ്ക്കൽ. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ മാതിരി കുറച്ച് തേങ്ങ, പിന്നെ തേങ്ങാപ്പൊടി അങ്ങനെ നമ്മൾ ലെയർ ചെയ്തിട്ട് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ നന്നായിട്ട് ആവി വരുമ്പോൾ ഇത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം 1 മിനിറ്റും കൂടെ വെക്കാം. അപ്പോൾ നന്നായിട്ട് സ്റ്റീം വന്നു, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണ പുട്ട് പോലെയല്ല, ഈ ഗോതമ്പ് പുട്ട് വേവിക്കുമ്പോൾ നല്ല മണമാണ്, നമ്മുടെ വീട് മുഴുവൻ മണക്കും. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും ആയിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.